ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് ജാൻജി ടാറ അല്ലെങ്കിൽ ബ്ലഡ് പ്രോമിസ് എന്ന് പറയുന്ന ഒരു കിഡിലൻ ഇന്തോനേഷ്യൻ ഹൊറർ ത്രില്ലർ സിനിമയാണ്. ആദ്യമായിട്ടാണ് കൂട്ടുകാർ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഒട്ടും വൈകാതെ നമുക്ക് നേരെ കഥയിലോട്ട് കിടക്കാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു പൂട്ടിക്കിടക്കുന്ന ഫാക്ടറിയിലേക്ക് രണ്ട് കുട്ടികൾ കയറി ചെല്ലുകയാണ്. അവർക്ക് ഈ പ്രേതങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ക്രേസാണ്. പ്രേതങ്ങളെ കാണണം കാണണം എന്നുള്ള ഒരു ത്വരയോട് കൂടിയിട്ടാണ് ഈ പൂട്ടിക്കിടക്കുന്ന ഫാക്ടറിയിലേക്ക് അവർ വന്നിട്ടുള്ളത്. ഇതിലെ ആൺകുട്ടിയുടെ പേര് റെയ്ഹാൻ എന്നും പെൺകുട്ടിയുടെ പേര് ഡിൻഡ എന്നുമാണ്. ഇവർ കസിൻസ് ആണ്. ഈ ഒരു ഫാക്ടറിയുടെ ഉള്ളിൽ എല്ലായിടത്തും ഇവർ നോക്കുന്നുണ്ട്, പക്ഷേ ഒരു പ്രേതത്തെ പോലും ഇവർക്ക് കാണാനായിട്ട് പറ്റുന്നില്ല. പക്ഷേ നമ്മുടെ റെയ്ഹാൻ ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേകതയുണ്ട്. അവന് ഈ ഒരു പ്രേതങ്ങളൊക്കെ കാണാനുള്ള കഴിവുണ്ടായിരുന്നു, പക്ഷേ ഡിൻഡയ്ക്കില്ല. ഡിൻഡയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോയിട്ട് വാതിലൊക്കെ തുറക്കുമ്പോൾ നമ്മുടെ റെയ്ഹാൻ പറയുന്നുണ്ട്, നീ അങ്ങനെ പെട്ടെന്ന് പോയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യരുത്, അപ്പോൾ ഈ പ്രേതങ്ങൾ വരില്ല, നീ സമാധാനത്തോട് കൂടിയിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ചെയ്യ് എന്നൊക്കെ അവൻ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പോരാത്തതിന് ഇപ്പോൾ ഡിൻഡയുടെ പുറകിലായിട്ട് നമ്മുടെ റെയ്ഹാൻ ഒരു പ്രേതത്തെ കാണുന്നുണ്ട്, പക്ഷെ അത് ഡിൻഡയ്ക്ക് മാത്രം കാണാൻ പറ്റുന്നില്ല. ഡിൻഡ അപ്പോൾ റെയ്ഹാനെ വഴക്ക് പറയാണ്, നീ വെറുതെ പറയുന്നതാ, ഈ പ്രേതങ്ങളൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട്. ഇവരവിടെ നിന്ന് പോവാൻ നിൽക്കുമ്പോഴാണ് അടുത്തുണ്ടായിരുന്ന ഒരു കിണറ്റിൽ നിന്ന് എന്തൊക്കെയോ സൗണ്ട് നമ്മുടെ റെയ്ഹാൻ കേൾക്കുന്നത്. അവൻ ഉടനെ തന്നെ ആ ഒരു കിണറിൻ്റെ അടുത്തേക്ക് പോയി നോക്കുകയാണ്. സാക്ഷാൽ ചെകുത്താൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരികയാണ്. റെയ്ഹാൻ അപ്പം തന്നെ ഡിൻഡയുടെ അടുത്ത് തിരിഞ്ഞു നോക്കാതെ ഓടാനായിട്ട് പറയാണ്. ഇവരങ്ങനെ ഓടി പോകുമ്പോൾ ഡിൻഡയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വീണ് പോകുന്നുണ്ട്. ഈ ഒരു ചെകുത്താനാണെന്നുണ്ടെങ്കിൽ ഇവരുടെ പിന്നാലെ തന്നെ കൂടിയേക്കാണ്. പ്രത്യേകിച്ച് ഡിൻഡയുടെ പുറകിലായിട്ട് അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ റെയ്ഹാൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ചെകുത്താനാണെന്നുണ്ടെങ്കിൽ അടുത്തേക്ക് വരുംതോറും വലുതായിക്കൊണ്ടേയിരിക്കുന്നു. പെട്ടെന്ന് നമ്മുടെ റെയ്ഹാൻ ഞെട്ടി എണീക്കുകയാണ്. അവനിപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് ഭാര്യയായിട്ടുള്ള ഷെറിനുമൊത്ത് സന്തോഷത്തോടു കൂടിയിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേർക്കും അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ലൊരു കമ്പനി തന്നെ ജോലി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എല്ലാം നല്ല അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഷെറിൻ ഗർഭിണിയാവുന്നത്. അതായത് ഈ ഒരു ഓഫീസിലേക്ക് പോയിട്ട് അവിടെ നിന്ന് അവൾക്ക് എന്തോ ഒരു വോമിറ്റിംഗ് ടെൻഡൻസി മറ്റൊക്കെ വന്നിട്ട് നോക്കുമ്പോൾ, അവൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അവൾ പ്രഗ്നൻ്റ് ആണെന്ന് മനസ്സിലാക്കുകയാണ്. ഈ ഒരു വിവരം അപ്പം തന്നെ നമ്മുടെ റെയ്ഹാനെ വിളിച്ചിട്ട് അവൾ പറയുന്നുണ്ട്. രണ്ടുപേരും ഭയങ്കരമായിട്ട് ഇപ്പോൾ ഹാപ്പി ആവുകയാണ്. റെയ്ഹാൻ തൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം തൻ്റെ ഭാര്യയായിട്ടുള്ള ഷെറിനെ പിക്ക് ചെയ്തിട്ട് ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും ഭയങ്കര ഹാപ്പിയാണ്. പക്ഷേ കുറച്ച് ദൂരം മുന്നോട്ട് പോയപ്പോൾ നമ്മുടെ റെയ്ഹാൻ ആണെന്നുണ്ടെങ്കിൽ അവൻ്റെ കാറിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു കറുത്ത രൂപം പെട്ടെന്ന് അങ്ങനെ പോകുന്നത് അവൻ കാണുന്നുണ്ട്. അവനത് ഭാര്യയുടെ അടുത്തും പറയുന്നില്ല. ഇവരങ്ങനെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി മുതൽ നമ്മൾ ഒറ്റയ്ക്കല്ല, നമുക്കൊരു പുതിയൊരു അതിഥി കൂടി വരുന്നുണ്ട്, അപ്പോൾ അതിനനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രിപ്പയർഡ് ആയി തുടങ്ങണം എന്ന് ഭാര്യയായിട്ടുള്ള ഷെറിൻ നമ്മുടെ റെയ്ഹാൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കിടന്നുറങ്ങി. രാത്രിയായപ്പോൾ ഒരു പ്രേതം അവരുടെ ഹാളിൽ വന്നിട്ട് ഇവരുടെ കല്യാണത്തിൻ്റെ ഫോട്ടോയൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ശേഷം പെട്ടെന്ന് തന്നെ നമ്മുടെ റെയ്ഹാൻ ഞെട്ടി കൊണ്ടിരുന്നുണ്ട്. എന്തോ ഒരു സൗണ്ട് കേട്ടിട്ട് ഞാൻ ഇത്തിരി വെള്ളം കുടിക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. നമ്മുടെ റെയ്ഹാൻ്റെ ഭാര്യയാണെന്നുണ്ടെങ്കിലും ലൈറ്റ് ഓഫ് ആക്കിയിട്ട് കിടക്കുന്നുണ്ട്. പക്ഷേ വീണ്ടും ഈ ഒരു ലൈറ്റ് ഓൺ ആവുകയാണ്. അത് റെയ്ഹാൻ ഓൺ ആക്കിയതല്ല, പക്ഷെ വീണ്ടും ഓൺ ആവുന്നു. അവളങ്ങനെ അത് ഓഫാക്കിയിട്ട് പിന്നെയും കിടക്കുമ്പോൾ വീണ്ടും ഈ ഒരു ലൈറ്റ് ഓൺ ആവുകയാണ്. ഇതെന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവൾ പിന്നെയും പോയി നോക്കുമ്പോഴേക്കും നമ്മുടെ റെയ്ഹാൻ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ബൾബ് കേടാണെന്നും പറഞ്ഞ് ആ ബൾബ് ശരിയാക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ റെയ്ഹാൻ ആണെന്നുണ്ടെങ്കിൽ കാല് തെറ്റി വീഴുന്നുണ്ട്. വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് റെയ്ഹാൻ്റെ ഭാര്യയായിട്ടുള്ള ഷെറിൻ പറയുന്നുണ്ട്. അവിടെ ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് അവളുടെ അടുത്ത് തർക്കിച്ചു കൊണ്ടിരിക്കുകയാണ്. അടുത്ത ദിവസം ഓഫീസിലേക്ക് പോകുമ്പോൾ നമ്മുടെ റെയ്ഹാൻ. പക്ഷേ റെയ്ഹാൻ്റെ മനസ്സിൽ അത് ഉണ്ടായിരുന്നു. അവൻ തിരിച്ച് ഭാര്യയെ കൊണ്ടുവന്നാക്കിയതിന് ശേഷം വീട്ടിലേക്ക് തന്നെ വരികയാണ്. എന്നിട്ട് ഡോറ് തുറന്നിട്ട് അടുക്കളയിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു പ്രേതം ഇരിക്കുന്നുണ്ടായിരുന്നു. അതായത് ഇവരുടെ വീട്ടിൽ ജോലിക്ക് നിന്നിട്ടുണ്ടായിരുന്ന പണ്ടത്തെ ഒരു വേലക്കാരിയുടെ പ്രേതമായിരുന്നു അത്. ഇവനാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ആ ഒരു കഴിവുണ്ട്, അതായത് പ്രേതങ്ങളെ കാണാനുള്ള. ആ ഒരു പ്രേതം അവൻ്റെ അടുത്ത് അപ്പം പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ അമ്മയുടെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു, എനിക്കത് തിരിച്ചു കൊടുക്കുവാൻ സാധിച്ചില്ല, അതുകൊണ്ട് അവരുടെ അടുത്ത് എന്നോട് ക്ഷമിച്ചു എന്ന് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പ്രേതം അവിടെ നിന്നും പോവുകയാണ്. അപ്പോൾ റെയ്ഹാൻ ചോദിച്ചു, നിങ്ങളായിരുന്നു ഇന്നലെ രാത്രി ഇവിടെ വന്നിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയതെന്ന്. അപ്പോൾ അവർ പറയുന്നുണ്ട്, അല്ല ഞാനല്ല എന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണ്. ഹാളിൽ നിന്നൊരു സൗണ്ട് കേട്ടിട്ട് നമ്മുടെ റെയ്ഹാൻ ഇപ്പോൾ അങ്ങോട്ടേക്ക് പോയി നോക്കുമ്പോൾ ഇവരുടെ ചില്ലിൽ തീർത്തിട്ടുണ്ടായിരുന്ന ഒരു കല്യാണ ഫോട്ടോ മൊത്തത്തിൽ തകർന്ന് കിടക്കുന്നതാണ് ഇപ്പോൾ അവൻ കാണുന്നത്. ഇതെങ്ങനെ തനിയെ വീണു എന്നാണ് ഇപ്പോൾ അവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് പുറത്ത് ഡോറിൽ ആരോ മുട്ടുന്നു. അവൻ പോയി നോക്കുമ്പോൾ ആരെയും കാണാനില്ല. വാതിലടച്ച് തിരികെ അവൻ നടക്കുമ്പോൾ വീണ്ടും ഡോറിൽ ആരോ മുട്ടുന്നുണ്ട്. അവൻ പോയി നോക്കുമ്പോൾ അതൊരു കൊറിയർ ആയിരുന്നു. അതായത് ഇവർക്ക് ജനിക്കാനായിട്ട് പോകുന്ന ആ കുട്ടിക്ക് വേണ്ടിയിട്ട്
നമ്മുടെ ഷെറിൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സ്ട്രോളറായിരുന്നു അതിൽ. അതൊക്കെ നമ്മുടെ റെയ്ഹാൻ സെറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം വൈകിട്ടായപ്പോഴത്തേക്കും ഭാര്യയും വിളിച്ചുകൊണ്ട് അവൻ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സ്ട്രോളറിന്റെ ഭംഗിയും ഇവർ നോക്കി നിൽക്കുകയാണ്. ഷെറിനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ട്രോളർ വീടിന്റെ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്. അവളിങ്ങനെ അടുക്കളയിൽ പണിതുകൊണ്ടിരിക്കുകയാണ്. അതായത് ജ്യൂസും മറ്റൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു സ്ട്രോളർ തനിയെ ഇങ്ങനെ ഉരുണ്ട് ഉരുണ്ട് അവളുടെ അടുത്തേക്ക് വരികയാണ്. ഷെറിൻ ആദ്യം അത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അവൾ ജ്യൂസ് ഉണ്ടാക്കണതിന്റെ തിരക്കിലായിരുന്നു. പക്ഷെ പിന്നെ കണ്ടപ്പോൾ ഈ സ്ട്രോളർ എങ്ങനെ ഇവിടെ എത്തി എന്ന് പറഞ്ഞുകൊണ്ട് അവളത് നീക്കാനായിട്ട് അല്ലെങ്കിൽ എടുത്തു മാറ്റാനായിട്ട് ഇപ്പോൾ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അവളൊരു സൈഡിലേക്ക് അത് മാറ്റി വെച്ച് തിരിച്ച് നടക്കുമ്പോഴേക്കും ആ ഒരു സ്ട്രോളറിന്റെ താഴെ നിന്നും ഒരു കറുത്ത കൈ വന്നിട്ട് ഇവളുടെ കാലിൽ ഇങ്ങനെ പിടിക്കുകയാണ്. അവൾ നിലവിളിച്ചു. പെട്ടെന്ന് തന്നെ നമ്മുടെ റെയ്ഹാൻ അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. എന്താ പറ്റിയെന്നൊക്കെ അവൻ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഷെറിൻ അപ്പം തന്നെ കാര്യം പറഞ്ഞു. പക്ഷേ റെയ്ഹാൻ ആണെന്നുണ്ടെങ്കിൽ അത് തള്ളിക്കളയാണ്. അടുത്ത ദിവസം ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്ന നമ്മുടെ ഷെറിൻ ആണെന്നുണ്ടെങ്കിൽ ഈ കാര്യം അവളുടെ കൊളീഗിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, എൻ്റെ ഒരു അങ്കിൾ ഉണ്ട്, പുള്ളിക്കാരനോട് പറഞ്ഞതിലൊക്കെ കാര്യം ഉണ്ടാവുന്നു. അതായത് ആ അങ്കിൾ ഒരു മന്ത്രവാദിയായിരുന്നു. വീട്ടിലേക്ക് ആ ഒരു മന്ത്രവാദിയെ ഞാൻ വരുത്തട്ടെ എന്ന് ഷെറിൻ ഇപ്പം നമ്മുടെ റെയ്ഹാൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ റെയ്ഹാൻ ദേഷ്യത്തോട് കൂടിയിട്ട് അതൊന്നും വേണ്ട, അതൊന്നും ശരിയാവില്ല, നിനക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ ചെയ്യല്ലേ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ഷെറിൻ ഇപ്പോൾ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം നമ്മുടെ റെയ്ഹാൻ ആണെന്നുണ്ടെങ്കിൽ ഗ്യാരേജിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇതൊന്നും അറിയാതെ നമ്മുടെ ഷെറിൻ പറയുന്നുണ്ട്, നിങ്ങളൊന്ന് ഇങ്ങോട്ടേക്ക് വന്നിട്ട് എൻ്റെ പുറം ഒന്ന് കഴുകി തന്നേ എന്നൊക്കെ പറയുമ്പോഴേക്കും അവളുടെ പുറം കഴുകാനായിട്ട് വരുന്നത് ഒരു കറുത്ത കൈകളായിരുന്നു. അതായത് പ്രേതമായിരുന്നു. പിന്നീടാണ് നമ്മുടെ റെയ്ഹാൻ അങ്ങോട്ടേക്ക് വരുന്നത്. അത് കണ്ടിട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ ഷെറിൻ ആകെ ഞെട്ടിയിരിക്കുകയാണ്. അടുത്ത ദിവസം ഓഫീസിലേക്ക് പോയിട്ടുണ്ടായിരുന്ന ഷെറിനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവളുടെ കൊളീഗിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ആ ഒരു അങ്കിളിൻ്റെ അടുത്തേക്ക് പുള്ളിക്കാരൻ്റെ ആ ഒരു വീട്ടിലേക്ക് പോകാനായിട്ട് തീരുമാനിക്കുകയാണ്. ഈ കാര്യങ്ങളൊന്നും തന്നെ റെയ്ഹാൻ്റെ അടുത്ത് അവൾ പറയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഈ ഒരു അങ്കിളിൻ്റെ അടുത്തേക്ക് ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ മൊത്തം പ്രേതങ്ങളായിരുന്നു. അതായത് ഇയാളുടെ വീട്ടിൽ തന്നെ ഇയാളോട് സംസാരിക്കാൻ പോലും ഓരോരോ പ്രേതങ്ങളുണ്ടായിരുന്നു. അത് പല രൂപേണയായിരുന്നു. ചിലപ്പോൾ ലൈറ്റായിരിക്കും, ചിലപ്പോൾ വല്ല മേശ അനങ്ങുന്നുണ്ടായിരിക്കും. അങ്ങനെ പലതരത്തിൽ ഇയാളങ്ങനെ വീട്ടിലേക്ക് അടുത്ത ദിവസം തന്നെ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത ദിവസം ഒരു ചൂലും പിടിച്ചുകൊണ്ട് അയാൾ വന്നിട്ടുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് ഇയാൾ ഓരോരോ ഇറുക്കിൽ ഇങ്ങനെ കുത്തി നിർത്തുന്നുണ്ട്. ഈ ഒരു മന്ത്രവാദി അടുക്കളയിലേക്ക് പോയപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഭാഗത്തായിട്ട് അയാളുടെ പുറകിലായിട്ട് ഒരു പ്രേതത്തെ കാണുന്നുണ്ട്. അതിന് പിന്നാലെ അയാൾ ഓടിപ്പോകുന്നുണ്ട് ഒരു ഭയമില്ലാതെ. എന്നിട്ട് ചൂലും കെട്ട് എടുത്തിട്ട് ഒരു എയർ എറിയുന്നുണ്ട് പുറത്തേക്ക്. എന്നിട്ട് മേലാൽ ഇങ്ങോട്ടേക്ക് വന്നു പോകരുതെന്ന് താക്കീതും കൊടുക്കുന്നുണ്ട്. അന്ന് രാത്രി ഈ ഒരു മന്ത്രവാദി കാറിങ്ങനെ ഓടിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോൾ റോഡിൻ്റെ നടുവിലായിട്ട് ഒരു പെൺകുട്ടി കിടക്കുന്നത് കാണുന്നുണ്ട്. ഇയാളെങ്ങനെ ഇറങ്ങിപ്പോയി നോക്കുമ്പോൾ ആ പെൺകുട്ടിയെ കാണാനില്ല. പിന്നീട് അയാൾ വീണ്ടും കാറിനുള്ളിലേക്ക് കയറി നോക്കുമ്പോൾ ഒരു പ്രേതം വന്നിട്ട് അയാളുടെ കഴുത്തിന് പിടിക്കുകയാണ്. ഇതേ സമയം അയാൾ വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഇർക്കലുകളൊക്കെ ഒടിയുന്നുണ്ട്. പോരാത്തതിന് സ്റ്റെയർ കേസിൽ നിന്ന് ആ ഒരു സ്ട്രോളർ വീണ്ടും നശിച്ചിട്ടുമുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഷെറിനാണെന്നുണ്ടെങ്കിൽ നടന്ന എല്ലാ കാര്യങ്ങളും ഇപ്പം റെയ്ഹാൻ്റെ അടുത്ത് പറഞ്ഞു. റെയ്ഹാൻ അപ്പം അവളെ ആദ്യം വഴക്ക് പറയുകയാണ്. നമ്മൾ ഈ ഒരു പ്രേതങ്ങളുടെ പിന്നാലെ പോയിട്ടുണ്ടെങ്കിൽ അവർ നമ്മുടെ കൂടെ തന്നെ വരും, നമ്മളത് മൈൻഡ് ചെയ്യരുത്, അവരുടെ വഴിക്ക് വിട്ടേക്ക് എന്നൊക്കെയാണ് റെയ്ഹാൻ പറയുന്നത്. എന്നിട്ട് അവളെ സമാധാനിപ്പിക്കുകയും ചെയ്യുന്നു. ഇതേ സമയം ആ ഒരു മന്ത്രവാദിയുടെ കഥ അപ്പം തന്നെ ആ ഒരു പ്രേതം കഴിച്ചിട്ടുണ്ടായിരുന്നു. ശേഷം രാവിലെ ഓഫീസിലേക്കും പോയിട്ടുണ്ടായിരുന്ന ഷെറിനാണെന്നുണ്ടെങ്കിൽ തൻ്റെ കൊളീഗ് അടുത്തേക്ക് വന്നിട്ട്, എടി എൻ്റെ അങ്കിൾ മരിച്ചു എന്ന് പറയുമ്പോൾ അവൾ ഞെട്ടിപ്പോവാണ്. അങ്ങനെ റെയ്ഹാനെയും കൂട്ടിയിട്ട് ഇവർ 3 പേരും ഈ ഒരു മന്ത്രവാദിയുടെ വീട്ടിലേക്ക് ആ ഒരു മരണാനന്തര ചടങ്ങുകൾ പങ്കെടുക്കാനായിട്ട് പോവാണ്. അവിടെ വെച്ച് റെയ്ഹാൻ ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രേതത്തെ ആ ഒരു വീടിൻ്റെ മുകൾ ഭാഗത്തായിട്ട് കാണുന്നുണ്ട്. അത് അവനെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ അവനൊരു കാര്യം മനസ്സിലായി, തൻ്റെ പിന്നാലെ ഏതോ ഒരു പ്രേതം കൂടിയിട്ടുണ്ടെന്ന്. അന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ ഗ്യാരേജിൽ നിന്ന് എന്തൊക്കെയോ സൗണ്ട് കേട്ടിട്ട് നമ്മുടെ റെയ്ഹാനാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് പോയി നോക്കുകയാണ്. ഇതേ സമയം ആ പ്രേതമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഷെറിനെ ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു ഒന്നൊന്നര പ്രേതമായിരുന്നു. അതിനെ കണ്ടപ്പോൾ തന്നെ നമ്മുടെ ഷെറിൻ നിലവിളിക്കാനായിട്ട് തുടങ്ങി. അപ്പോഴേക്കും ഈ ഗ്യാരേജിലത്തെ ഡോറാണെന്നുണ്ടെങ്കിൽ അടഞ്ഞതുകൊണ്ട് നമ്മുടെ റെയ്ഹാനാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് വരാനും പറ്റുന്നില്ല. അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ് ഇപ്പോൾ നമ്മുടെ ഷെറിൻ. അവളുടെ പിന്നാലെ തന്നെ ഈ ഒരു പ്രേതമുണ്ടായിരുന്നു. അവളെങ്ങനെ ആ ഒരു സ്റ്റെയർ കേസിൽ നിന്ന് വീഴുന്നു എന്നല്ല, തള്ളിയിടുന്നുണ്ട് ആ ഒരു പ്രേതം. അങ്ങനെ ഷെറിനെയും കൂട്ടി നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് നമ്മുടെ റെയ്ഹാൻ. എന്തോ ഭാഗ്യം കൊണ്ട് മാത്രം അവർക്ക് അവരുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പകൽ സമയങ്ങളിൽ റെയ്ഹാൻ ജോലിക്ക് പോകുമ്പോൾ അവളുടെ കൊളീഗ് ആണെന്നുണ്ടെങ്കിൽ അവൾക്കിപ്പോൾ കൂട്ടിരിക്കാനായിട്ട് വരും. ഇതേ സമയം നമ്മുടെ റെയ്ഹാൻ ആണെന്നുണ്ടെങ്കിൽ അവൻ്റെ ഹാൻഡി ആയിട്ടുള്ള എസ്റ്റിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെയായിരുന്നു നമ്മുടെ റെയ്ഹാനും അതുപോലെ തന്നെ ഡിൻഡയും ഒക്കെ കളിച്ച് വളർന്നിട്ടുണ്ടായിരുന്നത്. ആ കാര്യങ്ങളൊക്കെ അവന് ഓർമ്മ വരുന്നുണ്ട്. ഇവർ പണ്ട് പ്രേതങ്ങളെ ഹണ്ട് ചെയ്യാൻ പോകുന്നതും മറ്റുമൊക്കെ ഈ ഒരു വീട്ടിനുള്ളിൽ വെച്ചിട്ടായിരുന്നു. ഇതേ സമയം ഹോസ്പിറ്റലിലാണെന്നുണ്ടെങ്കിൽ ഷെറിൻ്റെ കൊളീഗ് ആണെന്നുണ്ടെങ്കിൽ റൂം വൃത്തിയാക്കാനായിട്ട് അവിടുത്തെ ക്ലീനിങ് തൊഴിലാളിനെ വിളിക്കുന്നുണ്ട്.
പക്ഷേ അതിൻ്റെ മേത്താണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പ്രേതം കയറിയിട്ടുണ്ടായിരുന്നു. അത് ഇവർക്കറിയില്ല. റേഹാനാണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ക്ലീനിങ് തൊഴിലാളി ഇവരുടെ റൂമിലേക്ക് വരികയും പിന്നീട് കത്തി ഉപയോഗിച്ചിട്ട് ഇവരെ രണ്ടുപേരെയും ആക്രമിക്കാനായിട്ട് നിൽക്കുക. ഷെറിൻ്റെ കൊളീഗിനാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള പരിക്ക് പറ്റുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഷെറിനാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടിട്ട് ലിഫ്റ്റിൻ്റെ അടുത്ത് എത്തിക്ക് നിൽക്കുമ്പോഴേക്കും ഈ ഒരു പ്രേതം വന്നിട്ട് അവളുടെ കൊങ്ങയ്ക്ക് കയറി പിടിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ റേഹാൻ വരുന്നുണ്ട്. അതുകൊണ്ട് മാത്രം ആ ഒരു പ്രേതം അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റലിൽ നിന്ന് തിരികെ പോകുമ്പോൾ പണ്ട് നടന്നിട്ടുള്ള, അതായത് കുട്ടിക്കാലത്ത് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു, ഡിൻഡ എന്ന് പറയുന്ന ആ ഒരു കസിൻ്റെ കാര്യവും പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ പ്രേതങ്ങളെ വേട്ടയാടുന്ന കാര്യം ഒക്കെ പറഞ്ഞു. അതായത് ആ ഒരു ഫാക്ടറിയിൽ വെച്ചിട്ട് ആ ഒരു ഡീമോൻ വന്ന കാര്യം വരെ ഇപ്പോൾ നമ്മുടെ റെയ്ഹാൻ ഷെറിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്കാണ് കാണിക്കുന്നത്. ഡിൻഡയുടെയും അതുപോലെ തന്നെ റെയ്ഹാൻ്റെയും കഥ. അവർ കോളേജ് കാലഘട്ടമാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ ഡിൻഡയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇവൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ്. അതായത് നമ്മുടെ റെയ്ഹാൻ മറ്റുള്ള പെൺകുട്ടികളായിട്ട് ഇടപെടുന്നതോ അല്ലെങ്കിൽ ബൈക്കിൽ കയറ്റി കൊണ്ടുപോകുന്നതോ ഒന്നും തന്നെ നമ്മുടെ ഡിൻഡയ്ക്ക് ഇഷ്ടമല്ല. ഡിൻഡ കാരണം അന്ന് ഇവരുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഇപ്പോൾ ബൈക്കിൽ നിന്ന് അപകടത്തിൽ പെടുന്നുണ്ട്. അവരെ ഒരു വലിയ ലോറി വന്നിട്ട് ഇടിക്കുന്നുണ്ട്. പക്ഷെ അത് കണ്ടിട്ട് പോലും ഡിൻഡയ്ക്ക് ഒരു വിഷമം ഉണ്ടായിരുന്നില്ല. റെയ്ഹാൻ്റെ ബൈക്കിൽ കയറാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു ഇപ്പോൾ വണ്ടി ഇടിച്ച് മരിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് അതൊക്കെ ഒരു സന്തോഷം മാത്രമാണ്. അവരുടെ ശവസംസ്കാര ചടങ്ങിന് പോലും അവൾ വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഡിൻഡയുടെ ഇഷ്ടം അംഗീകരിക്കാനായിട്ട് നമ്മുടെ റെയ്ഹാൻ തയ്യാറല്ലായിരുന്നു. അങ്ങനെ റെയ്ഹാൻ്റെ ആൻറ്റിയുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ആൻറ്റിയുടെ മകളാണ് ഈ ഡിൻഡ അന്ന് ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മുടെ റെയ്ഹാൻ്റെ കല്യാണം ഉറപ്പിച്ച ആ ഒരു സമയത്തൊക്കെ അവൾ ബ്ലാക്ക് മാജിക്കും മറ്റൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. റൂമിനുള്ളിൽ തന്നെ അവൾ അടങ്ങി ഒതുങ്ങിയിട്ട് എന്തൊക്കെയോ മന്ത്രങ്ങളും മറ്റൊക്കെ ചൊല്ലുന്നത് ഞാൻ കേൾക്കാറുണ്ടായിരുന്നു എന്ന് അവളുടെ അമ്മ ഇവരുടെ അടുത്ത് പറയുന്നുണ്ട്. ശേഷം ഇവളെ ചോദ്യം ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു വാതിൽ തന്നെ തകർത്തിട്ട് അവളുടെ അമ്മയും അവളെ ഉപദ്രവിക്കാനായിട്ട് വരുമായിരുന്നു. അവളുടെ കണ്ണൊക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് പേടിയാവുമായിരുന്നു എന്നും ഈ ഒരു അമ്മ പറയുന്നുണ്ട്. റെയ്ഹാൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് എല്ലാവരും പങ്കെടുക്കാനായിട്ട് പോയ സമയം നോക്കിയിട്ട് ഡിൻഡയാണെന്നുണ്ടെങ്കിൽ അവർ പണ്ട് പോയിട്ടുണ്ടായിരുന്ന ആ ഒരു ഫാക്ടറി ഉണ്ടായിരുന്നില്ലേ, അവിടെ പോയിട്ട് മരിച്ചു. അതായത് സൂയിസൈഡ് ചെയ്തു. അതിന് മുമ്പായിട്ട് തന്നെ അവൾ ഈ ഒരു ബ്ലഡ് പ്രോമിസിനെ പറ്റിയിട്ടും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു. പണ്ട് ചെറുപ്പത്തിൽ ആ ഒരു ബ്ലഡ് പ്രോമിസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട്. പക്ഷെ അത് പാലിക്കാനായിട്ട് നമ്മുടെ റെയ്ഹാന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇത്രയും കാലം ഇവർ രണ്ടുപേരെയും വേട്ടയാടാനായിട്ട്, അതായത് നമ്മുടെ റെയ്ഹാനെയും ഷെറിനെയും വേട്ടയാടാനായിട്ട് ഈ ഒരു പ്രേതം, അതായത് ഡിൻഡയുടെ പ്രേതം വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇവർക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോവുകയാണ്, ഇവർ കൂടുതൽ ഇനി സന്തോഷിക്കാൻ പോവുകയാണെന്ന് അറിഞ്ഞതോട് കൂടിയിട്ട് ഡിൻഡയ്ക്ക് ഇപ്പോൾ നല്ല രീതിയിലുള്ള പ്രതികാരം മറ്റൊക്കെ വന്നിട്ടുണ്ട്. ഭാര്യയായിട്ടുള്ള ഷെറിനെ ഇപ്പോൾ എസ്റ്റി ആൻറ്റിയുടെ അടുത്താക്കിയിട്ട് നമ്മുടെ റെയ്ഹാനാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബിൽഡിങ്ങിലേക്ക്, ആ ഒരു ഫാക്ടറിയിലേക്ക് പോകാനായിട്ട് തീരുമാനിക്കുകയാണ്. റെയ്ഹാൻ അങ്ങനെ ആ ഒരു പൂട്ടിക്കിടക്കുന്ന ഫാക്ടറിയിലേക്ക് ചെല്ലുകയാണ്. അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇവൻ അവിടേക്ക് പോയി നോക്കുമ്പോൾ ആ ഒരു പ്രേതം, അതായത് ഡിൻഡയുടെ പ്രേതം അവൻ്റെ അടുത്തേക്ക് പെട്ടെന്ന് വരികയാണ്. എന്നിട്ട് അവനെ അവിടെ നിന്ന് തള്ളി താഴെ ഇടുകയാണ്. പക്ഷേ പിന്നീട് നമ്മുടെ റെയ്ഹാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അവൻ്റെ പിന്നാലെ തന്നെ കൂടിയേക്കാണ് ഡിൻഡയുടെ പ്രേതം. അങ്ങനെ ഇവനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ റെയ്ഹാൻ്റെ ഭാര്യയായിട്ടുള്ള ഷെറിനാണെന്നുണ്ടെങ്കിൽ അവനെ കാണാനായിട്ട് അവൻ്റെ തൊട്ടടുത്ത് കൂടെ പോകുന്നുണ്ട്. പക്ഷെ അവൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അതോട് കൂടിയിട്ട് നമ്മുടെ റെയ്ഹാൻ ഒരു കാര്യം മനസ്സിലായി, ഇപ്പോൾ അവൻ മനുഷ്യലോകത്തല്ല ഉള്ളത്, അവിടെ തന്നെ തന്നോട് കൂടി തുടരണമെന്നാണ് ഈ ഒരു ഡിൻഡയുടെ പ്രേതം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവൻ അതിന് കഴിയില്ല എന്ന് പറയുകയാണ്. ഇതേ സമയം ഷെറിനാണെന്നുണ്ടെങ്കിൽ മറ്റൊരു സ്ത്രീയുടെ സഹായത്തോട് കൂടിയിട്ട് ഇപ്പോൾ ആ ഒരു ഫാക്ടറിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഡിൻഡ അവനെ നിർബന്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഷെറിനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ റെയ്ഹാൻ്റെ പരിക്കേറ്റ് കിടക്കുന്ന ആ ഒരു ശരീരം ആംബുലൻസ് ഒക്കെ വിളിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ കാര്യങ്ങളെല്ലാം തന്നെ റെയ്ഹാൻ കാണുന്നുണ്ട്. ഡിൻഡ വീണ്ടും അവനെ നിർബന്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് അവരുടെ ലോകത്ത് തന്നെ നിൽക്കാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു ബ്ലഡ് പ്രോമിസ് പാലിക്കാനായിട്ട് അവൻ്റെ അടുത്ത് പറയുകയാണ്. ശരിക്കും നീ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതം നല്ല രീതിയിലാവണമെന്നല്ലേ നീ ആഗ്രഹിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ റെയ്ഹാൻ ഡിൻഡയെ പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നെങ്കിലും ഡോക്ടർമാരെല്ലാവരും തന്നെ കൈയൊഴിഞ്ഞ മട്ടായിരുന്നു. ഡിൻഡയുടെ പ്രേതവും അതുപോലെ തന്നെ റെയ്ഹാനും അവിടെ നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് വീണ്ടും ആ ഒരു സാത്താൻ വരുന്നത്. എന്നിട്ട് നമ്മുടെ റെയ്ഹാനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഡിൻഡയാണെന്നുണ്ടെങ്കിൽ അവനെ ഇപ്പോൾ രക്ഷിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് മരിച്ചു പോയിട്ടുണ്ടത് ആരാണെന്നുണ്ടെങ്കിലും ഇവർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ കൂടെ നിൽക്കുമെന്നായിരുന്നു ആ ഒരു ബ്ലഡ് പ്രോമിസ് കൊണ്ട് ഇവർ അർത്ഥമാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു സാത്താനിൽ നിന്ന് ഇവർ രക്ഷപ്പെടുകയും നമ്മുടെ ഡിൻഡയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇനി ഉണ്ടാക്കില്ല എന്നുള്ള ഉറപ്പൊക്കെ നമ്മുടെ റെയ്ഹാന് കൊടുക്കുന്നുണ്ട്. ഹോസ്പിറ്റലിൽ കിടക്കുന്ന റെയ്ഹാനാണെന്നുണ്ടെങ്കിൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. അങ്ങനെ സീന് കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ സിനിമ അവസാനിക്കുന്നത്. കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റ, ബൈ ബൈ.